സിനിമയ്ക്ക് മുമ്പുള്ള പത്മപ്രിയ സിനിമയിൽ വന്ന ശേഷമുള്ള പത്മപ്രിയയിൽ അത്ര മാറ്റങ്ങളൊന്നുമില്ല. ഇച്ചിരി കുറച്ച് ബിസി ആയിപ്പോയി. ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് ഇച്ചിരി ഒരു വേറെ ബിഫോർ ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് സോഷ്യൽ സർക്കിൾ. ആ സോഷ്യൽ സർക്കിൾ ഇപ്പോഴും ഉണ്ട്, ബട്ട് വി ഡോണ്ട് മീറ്റ് ദാറ്റ് ഓഫ്റ്റൻ. പക്ഷേ അത് വിട്ടിട്ട് അത്ര മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒന്നും വന്നിട്ടില്ല. ഞാൻ ബാംഗ്ലൂരിൽ മോഡലിംഗ് ചെയ്ത സമയത്തിൽ ഐ ഹാഡ് ഗോട്ടൺ ഇൻ ടു ഫെമിന മിസ് ഇന്ത്യ. പിന്നെ അതെനിക്ക് വേണ്ടാന്ന് ഞാൻ വെച്ചു. ശേഷം ഇവിടെ ചെറിയതായിട്ട് എന്തെങ്കിലും ഒരു അസൈൻമെൻറ്റിൽ വിളിക്കുമ്പോൾ പോകുന്ന ഒരു രീതി മാത്രമായിരുന്നു എനിക്ക് മീഡിയ ഇൻഡസ്ട്രിയിലുള്ള താല്പര്യം. അങ്ങനെ അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വൺ ഓഫ് ദി ആഡ് ഏജൻറ്റ്സിൻ്റെ കയ്യിൽ എൻ്റെ ഫോട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു. അത് ബ്ലെസ്സിയേട്ടൻ കണ്ടിട്ട് എന്നെ ദേ ഹാഡ് കോൾഡ് മീ. എനിക്ക് തീരായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ വേണ്ടെന്ന് സിനിമ പറഞ്ഞിട്ട് പിന്നെ ഫൈനലി ഒരു സിറ്റുവേഷനിൽ നമ്മൾ സിനിമ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണ് കാഴ്ച വന്നത്. എനിക്ക് ആ ഫിലിമിൽ എന്ത് സംഭവിച്ചു ഒന്നും അറിയില്ല. ബ്ലെസ്സിയേട്ടൻ ചെയ്ത ജോലിയുടെ വില എനിക്ക് സിനിമ കണ്ട ശേഷം മാത്രമാണ് മനസ്സിലായത്. ചെയ്തപ്പോൾ എനിക്ക് ഒട്ടും മനസ്സിലായില്ല. ബിക്കോസ് ഐ വാസ് വർക്കിംഗ് ഇൻ ജി ആൻഡ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഡേറ്റ്സ് എപ്പോഴും ഫിക്സ്ഡ് ആയിട്ടുണ്ടാവില്ല. സോ ബട്ട് ഒരു കോർപ്പറേറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര പ്രൊഫഷണൽ ആൾക്കാരാണ്. സോ ഞാനവിടെ ലീവ് എടുത്തിട്ട് ഇവിടെ വരും, ഇവിടെ ഷൂട്ടിംഗ് ഇല്ലയെന്ന് പറയും. പിന്നെ ഇവിടെ പോകുമ്പോൾ അവർ പറയും അയ്യോ തിരിച്ച് വരുമെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് മാത്രമാണ് എനിക്ക് കാഴ്ചയിൽ ഓർമ്മ പറയുന്നത്. എനിക്ക് ഇത് സിനിമയും പിന്നെ എൻ്റെ കോർപ്പറേറ്റ് ലൈഫ് ബാലൻസ് ചെയ്യാനുള്ള ഞാനൊരു കഷ്ടപ്പാട് മാത്രമാണ് എനിക്ക് കാഴ്ചയിൽ ഓർമ്മ വരുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ റിമെമ്പർ ആലപ്പുഴ വെരി വെൽ. ഭയങ്കര രസമുള്ള ഒരു സ്ഥലമായിരുന്നു. മമ്മൂക്ക ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു ക്യാരക്ടറായിരുന്നു. എനിക്ക് ആദ്യം മലയാളം ഒന്നും അറിയില്ല. ബ്ലെസ്സിയേട്ടൻ ഒരു വേറെ രീതിയിൽ ഒരു ഇൻപുട്സ് ഉണ്ടായിരുന്നു. അത്ര കമ്മ്യൂണിക്കേറ്റ് ഒന്നും വന്നിട്ട് ചെയ്യില്ല. പക്ഷേ എന്തെങ്കിലും ഒരു പോയിന്റ് ഓഫ് വ്യൂ ഹി വിൽ ഓൾവേസ് ഇൻ വൺ വേ ഓർ ദി അതർ കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ആർട്ടിസ്റ്റ്. ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് ഫസ്റ്റ് ഷോട്ട് ഞാൻ പറയാം. ഇത് നമ്മൾ ആ ഒരു മോനായിട്ട് അഭിനയിച്ച പയ്യൻ അവൻ വന്നിട്ട് അവനക്ക് പുട്ടുകടല തരുന്ന ഒരു സീനാണ് ആദ്യം ഷോട്ടായിരുന്നു സിനിമയുടെ. സോ അതെനിക്ക് ക്ലിയർ ആയിട്ട് ഇപ്പം ഓർമ്മയുണ്ട്. അല്ല എനിക്കങ്ങനെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനെ ഈ സിനിമയിൽ പറഞ്ഞോ അങ്ങനെ അഭിനയിക്കണം അങ്ങനെ ഒരു താല്പര്യമോ അങ്ങനെ ഒരു ഉത്സാഹമോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയോ ഇവർ ഭയങ്കര നിർബന്ധിച്ച് ഞാൻ സിനിമ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ കമ്മിറ്റ്മെൻറ്റ് തന്നു. അങ്ങനെ അഭിനയിച്ചിട്ട് പോകണം, എൻ്റെ ജോലി ചെയ്തിട്ട് പോകണം, അങ്ങനെ ഒരു നോട്ടം മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ചെയ്യുന്ന ജോലി ശരിയായിട്ട് ചെയ്യണം. പിന്നെ ഞാൻ മുമ്പ് കുറേ ആഡ് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ക്യാമറന് മുമ്പുള്ള ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് അങ്ങനെ പ്രത്യേകമായിട്ട് എനിക്ക് ഒരു തോന്നലൊന്നും വന്നില്ല. അവർ ക്യാമറ വെച്ചു ഇങ്ങനെ ഈ പുട്ടിടണം എന്ന് പറഞ്ഞു, പുട്ട് വിട്ടു, അത്രേ ഉണ്ടായിരുന്നു ആദ്യത്തെ. എനിക്ക് മമ്മൂക്ക മെഗാസ്റ്റാർ ആയിരുന്നു ഒന്നും അറിയില്ല. ഞാൻ ദൂരദർശനിലെ ജീവിതത്തിൽ 2 പടം മാത്രം മമ്മൂക്കയുടെ കണ്ടിട്ടുണ്ട്. അച്ഛനക്ക് മമ്മൂക്ക ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനും അവിടെ പോയി സ്ക്രീൻ ടെസ്റ്റ് ചെയ്തത് മമ്മൂക്കയുടെ മുഖം കണ്ടോട്ടേന്നു. വെറുതെ പോയി സിനിമയൊക്കെ ചെയ്യാനുള്ള ഒരു താല്പര്യമൊന്നുമില്ല. സോ എനിക്ക് എപ്പോഴും മമ്മൂക്ക ഒരു സുഹൃത്തായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടോ, ഞാനങ്ങനെ ഒരു മെഗാസ്റ്റാറായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് ഹി ഓൾസോ ബിഹേവ്സ് ലൈക്ക് ദാറ്റ്. നമ്മൾ ഭയങ്കര കാഷ്വലായിട്ട് സംസാരിച്ചാൽ അവരും ഭയങ്കര കാഷ്വലായിട്ട് സംസാരിക്കും. അങ്ങനെ പ്രത്യേകമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ബിക്കോസ് എക്സ്പീരിയൻസിന് പറഞ്ഞാൽ വടക്കുന്നാഥനിലുള്ള കാഴ്ചയിൽ അതിങ്ങനെ ഒരു പാട്ടിൻ്റെ ഒരു ഷോർട്സിനും ഉണ്ടല്ലോ. ഒരേ ഒരു ഷോട്ടുണ്ട് ആ ഒരു പാട്ടിൽ 4 പേര് പറഞ്ഞു ഒരുമിച്ച് ഹഡിൽ ചെയ്യുന്ന പോലെ ഒരു ഷോട്ട്. പ്രത്യേകമായിട്ട് ഒരു സോങ് സീക്വൻസിൻ്റെ എക്സ്പീരിയൻസിന് പറഞ്ഞാൽ ആദ്യം എനിക്ക് വന്നത് അമൃതം, പിന്നെ വടക്കുന്നാഥനിൽ. സോ കാഴ്ചയിൽ സോങ് സീക്വൻസ് പ്രത്യേകമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല.